കല്ലൻ അലക്കുകാരൻ പകൽ മുഴുവൻ അവന്റെ കഴുതയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുക്കാതെ വയലിലേക്ക് മേയാൻ വിടുമായിരുന്നു. ഒരു ദിവസം ആ പാവം കഴുത ആലോചിച്ചു, ദിവസവും എല്ലു മുറിയെ പണിയെടുത്തിട്ടും എന്നെ വയലിലേക്ക് വിടും. ഈ കല്ലൻ ധോബിയിലെടുത്ത് പണിയെടുക്കുന്നതിൽ എന്ത് ഗുണമാ ഉള്ളത്? ഏതെങ്കിലും കാട്ടിലേക്കൊന്ന് ഓടിപ്പോയാ മതി. അവിടെ ഇഷ്ടം പോലെ മേഞ്ഞ് തിന്ന് നടക്കാം. പിന്നെ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കഴുത കാട്ടിലെത്തി. അപ്പോൾ അവിടുത്തെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് കണ്ട് കഴുത പേടിച്ചു. അത് ഒരു ഓടുന്ന മുയലിനെ തടഞ്ഞു നിർത്തി കാര്യം എന്താണെന്ന് ചോദിച്ചു. നമസ്കാരം മുയലച്ച, ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പരക്കം പായുന്നത്? അയൽക്കാട്ടിലെ സിംഹരാജാവ് ഞങ്ങളുടെ സിംഹരാജാവിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവര് തമ്മിലടിച്ച് ടയേർഡായതിന്റെ ശേഷം കണ്ടവരൊക്കെ കൊന്നു തിന്നും. ആരെ തിന്നുമെന്ന് ആർക്കറിയാം? ഇയാൾക്കറിയില്ലേ? അയ്യോ, അപ്പൊ ഞാൻ റോങ് ടൈമിലാണ് വന്നത്. എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനല്ലോ. ഈ കഴുതേ, നീ ശരിക്കും കഴുത തന്നെയാണ്. അങ്ങോട്ട് എന്തിനാ പോകുന്നത്? ആ വഴിയിലൂടെയാണ് ശത്രുസിംഹം ഇങ്ങോട്ട് വരുന്നത്. നിന്നെ കണ്ടാൽ നീയായിരിക്കും അവന്റെ ആദ്യത്തെ ശാപ്പാട്. അയ്യോ അയ്യോ, അപ്പൊ ഞാൻ എവിടെ പോയി ഒളിക്കും? അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ മരത്തിന്റെ താഴെയുള്ള പൊത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. നീ ഇത്ര വലുതല്ലേ, നീ എവിടെ ഒളിക്കും? നല്ലോണം ആലോചിക്കും, നീ എങ്ങനെ രക്ഷപ്പെടും? അയ്യോ, എന്റെ മരണം ഉറപ്പായി എന്നാ തോന്നുന്നത്. ഇതിനേക്കാളും നല്ലത് ആ കല്ലന്റെ കൂടെ വയലിൽ പോയി ജോലി ചെയ്യുന്നതായിരുന്നു. ഓ, അപ്പൊ ഇതാണല്ലേ അയൽക്കാട്ടിലെ സിംഹരാജാവ്. എന്റെ അമ്മോ, നന്നായി, ഇവൻ ചത്തുപോയല്ലോ. ശരിയാണ്, കുറച്ചു ദിവസം നമുക്ക് തിന്നും കുടിച്ചും സമാധാനമായിട്ട് ജീവിക്കാം. അയ്യോ, ഞാൻ പെട്ടുപോയല്ലോ. ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ ജയിച്ച സിംഹരാജാവ് എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുമല്ലോ. പക്ഷെ ഈ കാട്ടിൽ തന്നെ ഇരുന്നാൽ പുള്ളിപ്പുലിയും ചെന്നായും കരടിയും ഒക്കെ എന്നെ ലഞ്ചാക്കുമല്ലോ. എന്തു ചെയ്യും? എങ്ങനെ രക്ഷപ്പെടും? ഐഡിയ! ഇവനോ ചത്തുപോയി. ഇവന്റെ തോലെടുത്ത് ഞാൻ ഉടുത്താലേ മറ്റേ മൃഗങ്ങൾ വിചാരിക്കും ഞാൻ സിംഹരാജാവാണെന്ന്. ആരും എന്റെ അടുത്തേക്ക് വരില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും. ഇപ്പൊ ഞാനൊരു തനി സിംഹം തന്നെ. അയ്യോ, വിശന്ന് പൊരിയുന്നല്ലോ. എന്തു ചെയ്യും? എവിടെ നിന്ന് കഴിക്കും? അതാ പുൽമൈതാനം. ഞാൻ വരുന്നു. കഴുത ആ പുൽമൈതാനത്തിൽ ആവോളം മെയ്യാൻ തുടങ്ങി. നടന്നും തിന്നും അത് കുറെ ദൂരമെത്തി. അപ്പോൾ തന്നെ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആ കഴുതയ്ക്ക് മനസ്സിലായി. കഴുത തല ഉയർത്തി നോക്കിയപ്പോൾ പരിഭ്രമിച്ചു പോയി. അവന്റെ കുറച്ചകലെ മുയൽ, നീൽഗായ്, മാൻ, ജിറാഫ്, ആന, കുരങ്ങച്ചൻ ഇവരെല്ലാം പേടിച്ച് അവനെ നോക്കുന്നുണ്ടായിരുന്നു. അവനെ നോക്കിക്കൊണ്ടിരുന്ന മൃഗങ്ങളുടെ ഇടയെ കുരങ്ങച്ചൻ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ പറഞ്ഞു, രാജാവേ, നിങ്ങൾ പുല്ല് തിന്നോ? അതെ, ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂ. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ എന്താ ഈ മാറ്റത്തിന് കാരണം സിംഹരാജാവേ? നിങ്ങളുടെ രാജാവായ ഞാൻ തോറ്റ് തൊപ്പിയിട്ടപ്പോൾ ആരും അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടില്ല. അതിന് കാരണം ഞാൻ നിങ്ങളെ കൊന്നു തിന്നതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ നിങ്ങളെ പോലെ തന്നെ പുല്ല് തിന്നാൻ പോകുകയാണ്. ഇനി മുതൽ ഞാൻ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട് ആയിരിക്കും. നിങ്ങളെ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. നിങ്ങൾ പറയുന്നത് സത്യമാണോ രാജാവേ? പിന്നെ അല്ലാതെ. ഇനി മുതൽ ഈ സിംഹരാജാവ് മാംസം കഴിക്കില്ല. എന്റെ പ്രോമിസ് ആണെന്നേ. അങ്ങനെയാണെങ്കിൽ സിംഹരാജാവേ, നിങ്ങൾക്ക് പച്ചപ്പുല്ല് തേടി നടക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തന്നെ ദിവസേന നല്ല പച്ചപ്പുല്ലും പഴങ്ങളും ഗുഹയിലെത്തിക്കാം. ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ നോൺ വെജ് ഉപേക്ഷിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ഇവരുടെ സിംഹരാജാവോ ചത്തുപോയി. ഞാനാണ് സിംഹരാജാവെന്ന് കരുതി എന്നെ ഇങ്ങോട്ട് സേവിക്കാൻ വരികയാണ്. ഞാനായിട്ട് ഈ അവസരം കളയണ്ട. ഞാനും ആ കല്ലൻ ധോബിയെ ഒരുപാട് സേവിച്ചതല്ലേ. ഒരു ഒലക്കയും കിട്ടിയില്ല. ഇവിടെയാണെങ്കിലോ സ്വസ്ഥമായിട്ടിരുന്ന് മൂക്ക് മുട്ട നല്ല ഫ്രഷ് ഗ്രാസും ഫ്രൂട്ട്സും തിന്നാം. അങ്ങനെ സിംഹമായ കഴുത സിംഹത്തിന്റെ ഗുഹയിൽ സ്വസ്ഥമായി ജീവിക്കാൻ തുടങ്ങി. ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇരുന്ന് നല്ല ഫ്രഷായ പുല്ലും പഴങ്ങളും മുമ്പിലെത്തും. നല്ലോണം തിന്നാനുള്ള മെനക്കേടേ ഉള്ളൂ. വാവ്,
കല്ലൻ ധോബിന്റെ വീട്ടിൽ നിന്നും ഓടി വരാനുള്ള ഡിസിഷൻ 100% ശരിയായിരുന്നു. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. തിന്നാ കുടിക്കുക, കാട് ഭരിക്കുക. അയ്യോ, ഇത് അയൽക്കാട്ടിലെ സിംഹമല്ലേ? ഈ കാട്ടിലെ സിംഹരാജാവിനെ കൊന്നവൻ. എടാ പൊട്ട കഴുതേ! എന്റെ തള്ളേ, ഞാൻ കഴുതയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോ? അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യാനാ? കഴുതയോ? എന്താണ് കഴുതയെന്നല്ലാതെ വേറെ എന്താ നിന്നെ വിളിക്കേണ്ടത്? ചപ്പും ചവറും തിന്നുന്ന സിംഹം എന്റെ കണ്ണുകളിൽ വെറും ഒരു കഴുതയാണ്. മൃഗങ്ങളെല്ലാം പറഞ്ഞത് കേട്ട് എന്റെ തോല് ഉരിഞ്ഞുപോയി. അതുകൊണ്ട് കാണാൻ വന്നതാ പുല്ല് തിന്നുന്ന ഒരു സിംഹം. അല്ല, ഒരു കാര്യം പറ, ഞാൻ നിന്നെ ശരിക്കും കൊന്നതാണല്ലോ. നീ എങ്ങനെ തിരിച്ചു വന്നു? ഞാൻ 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 മരിച്ചതായിട്ട് അഭിനയിച്ചതാ, നിങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. നിന്നെ കൊല്ലുന്നത് പോലും എനിക്ക് അപമാനമാണ്. സിംഹങ്ങളുടെ ഡിഗ്നിറ്റി കളഞ്ഞവനാണ് നീ, വൃത്തിയായിട്ടവൻ. പിന്നെ ഇതെന്താ? നാറിയിട്ട് വയ്യ. നീ കുളിക്കാറില്ലടേ? നോക്ക്, നിന്റെ വയറിലെല്ലാം മണ്ണുണ്ട്. ഞാനത് കഴുകിത്തരാം. ഞാൻ ചെയ്ത പാവത്തിന് പ്രായച്ചിത്തമാകട്ടെ. വാ. അയ്യോ അയ്യോ, വേണ്ട 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 വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ ഈ പുല്ല് തിന്നുമ്പോഴേ അറിയാതെ മണ്ണായി പോയതാ. ഞാനിപ്പോ കുളിക്കാൻ പോകുന്നതായിരുന്നു, അപ്പോഴല്ലേ താങ്കൾ വന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു കുളിക്കാം. വാ. അല്ല അല്ല അല്ല, അത് വേണ്ട. ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോഴാണേ കുളിക്കാനൊരു മൂഡില്ല. ഈ വെതർ ശരിയില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കുളിച്ചോളൂ, ഞാൻ വേണമെങ്കിൽ കൂട്ടിന് വരാം, കമ്പനി കൊടുക്കാം. വേണ്ട, ഇന്ന് ഞാൻ 4 പ്രാവശ്യം വേട്ടയാടിയത്. ഭയങ്കര ടയർഡായി. ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് കുളിക്കാൻ പോവാം. ഇന്ന് ഞാൻ ശരിക്കൊരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ നാളെ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തോളൂ, ഞാൻ കുറച്ച് പുല്ല് തിന്നിട്ട് വരാം. പുല്ല് തിന്നാനെന്ന പേരിൽ കഴുത നടന്ന് നടന്ന് കാടിന്റെ അതിർത്തിയിലെത്തി. അയ്യോ, അവസാനം അങ്ങനെ കാട്ടിന്ന് രക്ഷപ്പെട്ടു. ഈ പണ്ടാരടങ്ങന്റെ സിംഹത്തിന്റെ കോസ്റ്റ്യൂം അഴിച്ചു വെച്ച് എന്റെ കല്ലന്റെ അടുത്ത് പോകണം. എന്റെ പ്രിയപ്പെട്ട കഴുതക്കുട്ടി, എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ നിന്നെ തേടി മടുത്തു. അപ്പോഴാണ് മനസ്സിലായത് നീ എത്ര കഠിനാധ്വാനിയാണ്. ഞാൻ നിനക്ക് ഭക്ഷണം തരാറില്ല. ഇനി മുതൽ നിനക്ക് ആദ്യം ഭക്ഷണം തന്നിട്ടേ ഞാൻ കഴിക്കുള്ളൂ. എന്റെ പ്രിയപ്പെട്ട കഴുതക്കുട്ടി, നീ തിരിച്ചു വന്നല്ലോ. ഇവിടുന്ന് കാട്ടിലേക്ക് ഓടിപ്പോയതും കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതും ബെസ്റ്റ് ടൈമിംഗ്, പിന്നെ കറക്റ്റ് ഡിസിഷൻ. ഞാൻ ആരാ മോൻ? സൂപ്പർ കഴുതയല്ലേ?